തളിപ്പറമ്പ് സഹകരണ ഹോസ്പിറ്റലിന്റെ 25ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ട് മെഗാ മെഡിക്കൽ ക്യാമ്പ് ഓട് വായനശാലയ്ക്ക് വെച്ച് നടക്കുന്നുണ്ട്. അതിന്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ. തളിപ്പറമ്പിലെ പൊതുപ്രസ്ഥാനത്തിന്റെ നേതാവുമായിരുന്ന പാലോവലാട്ടന്റെ നേതൃത്വത്തിലാണ് 2001 തളിപ്പറമ്പ് സഹകരണ ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചത്. 2001 50 കിടക്കുകളുള്ള താൽക്കാലിക കെട്ടിടത്തിൽ ആരംഭിച്ച ആശുപത്രി ഇന്ന് സ്വന്തം കെട്ടിടത്തിൽ 250ഓളം വരുന്ന ബെഡുകൾ ഉൾപ്പെടെ എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളോടും കൂടിയ ഒരു വലിയ സ്ഥാപനമായിട്ട് വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തളിപ്പറമ്പിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലക്കകത്തുള്ള എല്ലാവരുടെയും പിൻബലത്തോടു കൂടിയാണ് ജനങ്ങളെ മുന്നിൽ നിർത്തി ഈ സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് ആശുപത്രിയുടെ കീഴിൽ നഴ്സിംഗ് സ്കൂളും അതുപോലെ തന്നെ നഴ്സിംഗ് കോളേജും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നഴ്സിംഗ് കോളേജ് ആരംഭിച്ചിട്ട് 3 വർഷം പൂർത്തിയാവുകയാണ്. സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും തളിപ്പറമ്പിലെ ജനങ്ങൾക്ക്, മലയോര മേഖല ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു വിപുലമായിട്ടുള്ള ഒരു ആശുപത്രിയായി ഇന്ന് ആശുപത്രി വളർന്നിട്ടുണ്ട്. ഇനിയും ഈ ആശുപത്രിയെ അനുദിനം ഉയർത്തിക്കൊണ്ടുവരാനും അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ വിപുലപ്പെടുത്താനും പുതിയ ആശുപത്രി ബ്ലോക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഇതിന്റെ ഭാഗമായി ജില്ലയിൽ തന്നെ വൻകിട കോർപ്പറേറ്റ് ആശുപത്രികൾ ചികിത്സാ രംഗത്ത് വലിയ കച്ചവടമായിട്ട് ആശുപത്രികൾ മാറിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ചെറിയ പൈസക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കാനും എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങളും ഉറപ്പാക്കാനും കഴിയുന്ന ഒരു ആതുരാലയമായിട്ട് തളിപ്പറമ്പ് സഹകരണ ആശുപത്രി 25 വർഷക്കാലം പിന്നിടുമ്പോൾ മാറ്റുന്നതിന് വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഈ ആശുപത്രിയെ വലിയ നിലയിൽ വിപുലപ്പെടുത്തേണ്ടതുണ്ട്. അതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും ഈ തളിപ്പറമ്പിലെ പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് 20ാം വാർഷികത്തിന്റെ ഭാഗമായി ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിച്ച് വിവിധ മെഡിക്കൽ ക്യാമ്പുകൾ, വിവിധ സെമിനാറുകൾ, സിംപോസിയങ്ങൾ, ഇങ്ങനെ അനുബന്ധമായ ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ആശുപത്രി മുന്നോട്ടേക്ക് പോകുന്നത്. അതിന് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. വേണ്ടുന്ന എയർ ബെഡ്, വീൽ ചെയറുകൾ, വാക്കർ, ഇപ്പോൾ അവസാനമായി പറയുകയെന്ന് വെച്ചാൽ ഏറ്റവും നമ്മൾ ഹോസ്പിറ്റലിൽ ICUവിൽ മാത്രം ലഭിക്കുന്ന ഓക്സിജൻ കോൺസെൻട്രേറ്റർ വരെ നമുക്ക് അവർക്ക് നൽകാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഗോപാലേട്ടനുമായിട്ടുള്ള കുറച്ച് സമയം ദീർഘമുള്ള വീഡിയോ നമ്മൾ പിന്നീട് ഒരു അവസരത്തിൽ ചെയ്യുന്നതാണ്. ഈ വീഡിയോ കണ്ട നിങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ തളിപ്പറമ്പ് സഹകരണ ഹോസ്പിറ്റലിന്റെ 25ാമത്തെ വാർഷികമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തളിപ്പറമ്പ് ആരോഗ്യ മേഖലയിൽ തളിപ്പറമ്പ് സഹകരണ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം വളരെ മികച്ചത് തന്നെയാണ്. അത് അവിടെ പോയവർക്ക് എല്ലാവർക്കും അറിയാം. തളിപ്പറമ്പിൽ ഇന്ന് കാണുന്നതിൽ വെച്ച് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് തളിപ്പറമ്പ് സഹകരണ ഹോസ്പിറ്റൽ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ, ഗുഡ് ബൈ.